ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്നാ മതിയാ, ഇടയ്ക്കൊക്കെ പാത്രവും കഴുകണ്ടേ, ഇല്ലെങ്കിൽ ദേ ഇങ്ങനെ കൂടിക്കിടക്കും. പിന്നെ ഇവിടത്തെ രാജാവും മന്ത്രിയൊക്കെ ഞാൻ തന്നെയാ, അപ്പൊ എനിക്ക് തോന്നുമ്പോ അങ്ങോട്ട് കഴുകും, അല്ലാത്തപ്പോ ദേ ഇങ്ങനെ കിടക്കും. ആദ്യമൊക്കെയെന്ന് വെച്ചാൽ ആരെങ്കിലും കേറി വന്ന് വീടിന്റെ കോലം കണ്ട എന്ത് വിചാരിക്കുന്നു ഞാൻ ചിന്തിക്കാറുണ്ട്. ഇപ്പൊ പിന്നെ ആരെന്താലോചിച്ചാൽ എന്താ, നമുക്ക് ഇതൊന്നും കൃത്യമായി ചെയ്തോണ്ട് പ്രത്യേകിച്ച് അവാർഡൊന്നും കിട്ടാൻ പോണില്ല. നമ്മള് നമ്മുടെ സമയവും സന്ദർഭമൊക്കെ നോക്കി അങ്ങോട്ട് ചെയ്യുക, അതാണ് ഇപ്പൊ എന്റെ ഒരു പോളിസി. പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ തൃപ്രയാർ ഏകാദശി തൊഴാൻ പോകാനൊരു ആഗ്രഹം വന്നു. അങ്ങനെ ദേ കുളിച്ച് റെഡിയായി ഏകാദശി തൊഴാൻ പോവാണ് കേട്ടോ. പൂരവും കാണാൻ, മേളവും കേൾക്കാൻ, പൊരിയും വാങ്ങാൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ പോണ വഴിയാണെങ്കിൽ ഫുള്ള് പാലമ്പണി കാരണം പൊളിച്ചിട്ടേക്കായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ 2-3 തവണ വഴിയും തെറ്റി. വണ്ടി ഓടിയിട്ട് അവിടെ എത്താത്തമാതിരി തോന്നിയായിരുന്നു എനിക്ക്. പിന്നെ എന്റെ ഐഡിയ ആയി പോയി ഈ ഏകാദശി തൊഴില്. അത് കാരണം ഞാൻ പിന്നെ അങ്ങോട്ട് മിണ്ടാണ്ടിരുന്നു. അവസാന സ്ഥലത്തി എവിടേക്കോ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് നടത്താൻ തുടങ്ങി. ഞങ്ങള് പിന്നെ പൂരം കാണാനാണല്ലോ വന്നേക്കണേ, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ എല്ലാവരും ഇങ്ങോട്ട് വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ആനകളും വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങള് 3G ആയി. പൂരം കഴിഞ്ഞു ഞങ്ങൾ എത്തിയപ്പോഴേക്കും. എന്നാ പിന്നെ ആ ചുറ്റുവിളക്കിന്റെ സൈഡിൽ നിന്ന് കുറച്ച് വീഡിയോ എടുക്കാന്ന് വെച്ചപ്പോ അവിടെയും പൂര തിരക്ക്. അങ്ങനെ ഞങ്ങൾ ഭഗവാനെ പുറത്തന്നെ നിന്ന് തൊഴുതു. അപ്പോഴേക്കും ചെറിയൊരു വെടിക്കെട്ട് കണ്ടു. പിന്നെ വന്ന സ്ഥിതിക്ക് കുറച്ച് ബജ്ജിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതേ സ്ഥലം വിട്ടു.